1911 ട്രെയിൻ ടൂറിസം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാനിറ്റി എന്ന ഒരു ഇറ്റാലിയൻ ട്രെയിൻ കമ്പനി ഒരു ആഡംബര ട്രെയിൻ നിർമ്മിച്ചു. കേവലം 3 ബോഗികൾ മാത്രമുണ്ടായിരുന്ന ഈ ട്രെയിൻ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു. യാത്രക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി റോമിലെയും ഇറ്റലിയിലെ മറ്റു ഭാഗങ്ങളിലെയും സമ്പന്നരെ ഈ ട്രെയിനിലെ ആദ്യ യാത്രയ്ക്ക് ക്ഷണിച്ചു. ഈ ക്ഷണം സ്വീകരിച്ച് നിരവധി പേർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. അങ്ങനെ 1911 ജൂലൈ 14 ആകെ 106 പേരുമായി ഈ ട്രെയിൻ റോമിൽ നിന്ന് യാത്ര ആരംഭിച്ചു. 106 പേരിൽ 6 പേര് ട്രെയിൻ ജീവനക്കാരുമായിരുന്നു. പലർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ആഡംബര ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ മദ്യം ഉൾപ്പെടെ എല്ലാവിധ വിഭവങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. യാത്രക്കാർ ഈ മനോഹരമായ യാത്ര നന്നായി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയായിരുന്നു. യാത്ര തുടർന്ന് ട്രെയിൻ ഒരു വലിയ തുരങ്കത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. തുരങ്കത്തിലൂടെയുള്ള യാത്രയെക്കുറിച്ച് യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ട്രെയിൻ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലിയൊരു പുകപടലം ട്രെയിനിനെ മുഴുവനായും മൂടി. ഈ കാഴ്ച കണ്ട യാത്രക്കാരും ജീവനക്കാരും എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്ന് അങ്ങോട്ടുമിങ്ങോട്ടും ഓട്ടി. ചിലർ ഭ്രാന്തമായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഈ ഭയം കാരണം 2 പേർ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി. അതോടെ ട്രെയിനിനുള്ളിൽ 104 പേരായി ചുരുങ്ങി. നിമിഷങ്ങൾക്കകം ആ 104 പേരുമായി ട്രെയിൻ തുരങ്കത്തിനുള്ളിൽ നിന്ന് നിഗൂഢമായി അപ്രത്യക്ഷമായി. സംഭവം നടന്ന് അധികം വൈകാതെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ട്രെയിനിനെക്കുറിച്ച് യാതൊരു വിവരവും അവർക്ക് ലഭിച്ചില്ല. ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ആ 2 പേരെയും അവർ പറഞ്ഞ അവിശ്വസനീയമായ കഥയും മാത്രമായിരുന്നു പോലീസിന് കിട്ടിയ ഏക വിവരം. കാണാതായ ട്രെയിനിനു വേണ്ടി പോലീസും മറ്റ് സംഘങ്ങളും തുരങ്കം മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും ഒരു തെളിവും കണ്ടെത്താനായില്ല. ഈ സംഭവത്തിന് ശേഷം തുരങ്കം അടച്ചിട്ടുവെന്നും പിന്നീട് ലോകമഹായുദ്ധ സമയത്ത് ഇത് നശിപ്പിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ഈ സംഭവത്തിന് ശേഷം സാനിറ്റി ട്രെയിനിനെക്കുറിച്ച് നിരവധി ടൈം ട്രാവൽ കഥകൾ പ്രചരിച്ചു. പല കാലഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ വെച്ച് ഈ ട്രെയിനിനെ ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി 1911 400 വർഷങ്ങൾക്ക് മുൻപ് ചില സന്യാസിമാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അവർ ധ്യാനിച്ചിരുന്ന സമയത്ത് ഒരു യൂട്യൂബ് പോലെയുള്ള കറുത്ത വസ്തു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് ഭയന്ന അവർ ഓടി ഒളിക്കുകയും തിരികെ വന്ന് നോക്കിയപ്പോൾ ആ വസ്തു അപ്രത്യക്ഷമായതായും പറയുന്നു. ഇത് സാനിറ്റി ട്രെയിനാണെന്നാണ് പിന്നീട് പ്രചരിച്ചത്. രണ്ടാമതായി പ്രചരിച്ച കഥ സാനിറ്റി ട്രെയിൻ അപ്രത്യക്ഷമാവുന്നതിന് ഏകദേശം 60 വർഷം മുൻപ്, അതായത് 1840കളിൽ മെക്സിക്കോയിലെ ഒരു ചന്തയിൽ പെട്ടെന്ന് 103 പേർ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഒരു കഥയുണ്ട്. അവരുടെ ഭാഷയും വസ്ത്രധാരണവും അക്കാലത്തെ ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇത് കണ്ട് ഭയന്ന മെക്സിക്കൻ ജനത അവരെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലാക്കിയെന്ന് പറയപ്പെടുന്നു. ഈ 103 പേർ കാണാതായ സാനിറ്റി ട്രെയിനിലെ യാത്രക്കാരായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൂന്നാമത്തെ കഥ നടക്കുന്നത് 1955ലാണ്. യുക്രൈനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്റർ മാത്രം ഉണ്ടായിരുന്ന ഒരു ദിവസം മറ്റ് ട്രെയിനുകളൊന്നും വരാനില്ലാതിരുന്ന സമയത്ത് പെട്ടെന്നൊരു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് കുറച്ചകലെയുള്ള ട്രാക്കിലൂടെ ഒരു ട്രെയിൻ അതിവേഗം തന്റെ ഓഫീസിനടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. ഉടൻ തന്നെ ചുവപ്പ് സിഗ്നൽ കാണിച്ചെങ്കിലും ട്രെയിൻ നിന്നില്ല. മാത്രമല്ല ആ ട്രെയിനിനുള്ളിൽ അദ്ദേഹത്തിന് ആരെയും കാണുവാനും സാധിച്ചില്ല. സ്റ്റേഷനിൽ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് മറ്റാരും ഈ ട്രെയിനിനെ കണ്ടിട്ടില്ല. സാനിറ്റി ട്രെയിനിനെക്കുറിച്ച് പ്രചരിക്കുന്ന ഈ ടൈം ട്രാവൽ കഥകൾക്ക് പിന്നീട് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ട്രെയിനിന്റെ തിരോധാനവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.